കായംകുളം നഗരസഭാ ഭരണ നേതൃത്വം നിഷ്ക്രിയമായാണ് മുന്നോട്ടു പോകുന്നതെന്ന് നഗരസഭ LDF പാർലമെന്ററി പാർട്ടി നേതാക്കൾ ആരോപിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട നിർണായക കൗൺസിൽ യോഗം പോലും ഏറെ വൈകിയാണ് ഭരണപക്ഷത്തിന് വിളിക്കാനായത്. നിരവധി പ്രശ്നങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യാൻ ഉണ്ടായിട്ടും നഗരസഭാ ഭരണ നേതൃത്വം ഉദാസീനത കാട്ടുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. ജനങ്ങളുമായി ബന്ധപ്പെട്ട അവശ്യ സാഹചര്യങ്ങൾ ഏറെയുണ്ടായിട്ടും കായംകുളം നഗരസഭാ ഭരണ നേതൃത്വം നിഷ്ക്രിയമായാണ് മുന്നോട്ടു പോകുന്നതെന്ന് നഗരസഭ LDF പാർലമെന്ററി പാർട്ടി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട നിർണായക കൌൺസിൽ യോഗം പോലും ഏറെ വൈകിയാണ് വിളിച്ചു ചേർത്തത്. കഴിഞ്ഞ മെയ് 4 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നത്. അത് കഴിഞ്ഞ് 18 ദിവസങ്ങൾക്ക് ശേഷം മെയ് 22 കൌൺസിൽ യോഗം വിളിച്ചു ചേർത്തത്. അതേസമയം ഏപ്രിൽ 9 നിയമസഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടവുമായി ബന്ധപ്പെട്ട് 2 മാസത്തിലധികം കാര്യങ്ങളൊന്നും തീരുമാനിക്കാനോ നടപ്പാക്കാനോ കഴിഞ്ഞിരുന്നില്ല. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം 18 ദിവസത്തിന് ശേഷമാണ് മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് വാർഡുകളിലേക്ക് 10,000 രൂപ അനുവദിക്കുന്ന വിഷയമടക്കം ചർച്ച ചെയ്യുന്നതിനു വേണ്ടി നിർണായക കൌൺസിൽ യോഗം വിളിക്കാൻ ഭരണപക്ഷം തയ്യാറായതെന്നും നേതാക്കൾ ആരോപിച്ചു. അപ്പോൾ നാളെ 3 മണിക്ക് ഒരു ഊഴംപോക്കിന് വേണ്ടി ഒരു കൗൺസിൽ വിളിച്ചിരിക്കുകയാണ്. ഈ തെരുവുനായ വിഷയം അടക്കമുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ പട്ടണത്തിൽ നിലനിൽക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു തരത്തിലുള്ള ക്രിയാത്മക നടപടികളും ഭരണപക്ഷം കൈക്കൊള്ളുന്നില്ല എന്നുള്ള വളരെ രൂക്ഷമായ ആക്ഷേപം ഇടതുപക്ഷത്തെ സംബന്ധിച്ചുണ്ട്. ഇപ്പം നമുക്കറിയാം, ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ തീരുമാനം, ആ തീരുമാനം 3 പൊതുപ്രവർത്തകരെ കൗൺസിൽ ഏകകണ്ഠമായി തീരുമാനിച്ച് കൊടുക്കണമെന്നിരിക്കെ ഭരണപക്ഷം ഏകപക്ഷീയമായി 3 പേരുടെ പേരുകൾ നിർദ്ദേശിക്കുകയായിരുന്നു. അത് കൗൺസിൽ ചർച്ച ചെയ്യാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, മറ്റ് വിവിധ സ്ഥാപനങ്ങളിലെ ഹോമിയോ, ആയുർവേദം തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിലെ HMC നിയമനവുമായി ബന്ധപ്പെട്ട് മിനിറ്റ്സിൽ എഴുതി ചേർക്കുകയായിരുന്നു. ഭരണപക്ഷത്തു നിന്ന് ആളുകൾ പോലും വിയോജിക്കുകയും BJPയുടെ 5 അംഗങ്ങളും LDFന്റെ 14 അംഗങ്ങളും അന്നേരം തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും തുടർന്ന് ആ നിലപാടുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട കേരള ഓംബുഡ്സ്മാനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ പരാതിയുമായി സമീപിക്കുകയും നമ്മുടെ പരാതി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കൗൺസിൽ വിളിച്ചത് തന്നെ 35 അജണ്ടകൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം 3 മണി കഴിഞ്ഞാണ് കൌൺസിൽ യോഗം ചേർന്നത്. ഇതിനിടയിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. പാമ്പുകടിയേറ്റ് യുവതി മരിച്ച സംഭവമടക്കം ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ തെരുവുനായുടെ ആക്രമണം നാട്ടിൽ രൂക്ഷമാണ്. ഈ കാര്യങ്ങളിലടക്കം അടിയന്തര സ്വഭാവത്തോടെ ചർച്ച ചെയ്ത് പരിഹാരം കാണുന്നതിന് ഭരണപക്ഷം ശ്രമിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം സ്കൂൾ കുട്ടികളെ അടക്കം നിരവധി പേരെയാണ് തെരുവുനായ ആക്രമിച്ചത്. ഈ കാര്യത്തിലേക്ക് നടപടികളോ ചർച്ചകളോ ഇല്ലാതെ നിഷ്ക്രിയമായി മുന്നോട്ടു പോകുകയാണ് നഗരസഭാ നേതൃത്വമെന്നും നേതാക്കൾ പറഞ്ഞു. മെയ് 4 പെരുമാറ്റച്ചട്ടം മാറിയതിനു ശേഷം ഒരേ ഒരു കൗൺസിലാണ് വിളിച്ചത്, 35 അജണ്ടകളുമായിട്ട്. നിരവധിയായ പ്രശ്നങ്ങൾ, മഴക്കാല പൂർവ്വ ശുചീകരണം പോലുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. അതൊക്കെ പരിഹരിക്കണമെങ്കിൽ ചർച്ചകൾ ചെയ്ത് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇതെല്ലാം കൂടി ചെയ്ത് ആകെ ഒരു കൗൺസിലാണ് വിളിച്ചത്. അതും സമയം 3 മണിക്കാണ് വെച്ചിരുന്നത്. 3 മണി തൊട്ട് 35 അജണ്ട എങ്ങനെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും? ചർച്ച ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പട്ടി ആയിട്ട് ബന്ധപ്പെട്ട് 3-ാം വാർഡിൽ ഇന്നലെ പ്രദേശത്തുമായിട്ട് 8 പേരെ ഇന്നലെ പട്ടി കടിച്ചു. ആ പട്ടിയെ ചത്തു കഴിഞ്ഞപ്പോൾ അതിനെ ചെങ്ങന്നൂർ കൊണ്ടുപോയി അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തി അത് വിഷബാധ ഏറ്റതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. S. കേശുനാഥ്, മിനി സലീം, അബ്ദുൾ വാഹിദ് തുടങ്ങിയവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. CDNet ന്യൂസ്, കായംകുളം.